നായികക്ക് 40 വട്ടം കാഫിറും മുശ്രിക്കുമാക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിലൊക്കെ സാദാത്യങ്ങൾ പങ്കെടുക്കുന്നത് കാണുമ്പോ കാസിമിക്ക് വേദന തോന്നുന്നു അല്ലേ? നിങ്ങളും നിങ്ങളുടെ ആളുകളും തന്നെയാണ് ഇതെല്ലാം നിസ്സാരവൽക്കരിച്ചത്. സമസ്തയുടെ മഹിമ പറയുന്ന നിങ്ങൾക്കൊക്കെ ഒന്നും പറയാൻ കഴിയാത്തടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് കാസിമി അങ്ങേക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പാണ്ഡിത്യത്തിന്റെ അത്യുന്നതിയിലുള്ള പല സയ്യിദന്മാരെയും നിങ്ങളുടെ ആളുകൾ പച്ചക്ക് തെറിവിളിച്ചിട്ടുണ്ട്. തെറിവിളിപ്പിക്കാൻ പലരെയും ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അരുതെന്ന് പറയാൻ നിങ്ങൾക്കന്നു കഴിഞ്ഞില്ല. അതിന്റെ പരിമിത ഫലം നമ്മൾ കണ്ടതാണ്. പാർട്ടി തിരിച്ച് നമ്മന്റെ പാർട്ടിയല്ലാത്ത സയ്യിദന്മാരെ തെറിവിളി പരിശീലിപ്പിച്ചതും നിങ്ങൾ തന്നെയാണ്. മഹാനരായ സയ്യിദ് ഹൈദരലി തങ്ങളുടെ പൊന്നുമോൻ സയ്യിദ് മൊയ്നലി തങ്ങളെ പത്രപ്രവർത്തകരുടെ മുന്നിൽ അപമാനിച്ചത് വളരെ വേദനയോടെ കണ്ടവരാണ് നമ്മൾ. എല്ലാത്തിനും ഉത്തരവാദികൾ നിങ്ങൾ തന്നെ. കാന്തപുരം ഉണ്ടാക്കുന്ന പള്ളിയുടെ വലിപ്പവും കാറിന്റെ ചൊറുക്കും നോക്കി നടന്നപ്പോഴേക്ക് എല്ലാം കൈവിട്ടുപോയതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചിലർ ഇറങ്ങിപ്പോയി സമസ്ത പുനർസംഘടിപ്പിച്ചത് എന്തിനാണെന്ന് കാസിമിക്ക് ഇപ്പോഴെങ്കിലും വ്യക്തമായിട്ടുണ്ടാവും. അന്ന് നിങ്ങൾ കാന്തപുരത്തിനെതിരെ ചെലവഴിച്ച സമ്പത്തും സമയവും മുജാഹിദുകൾക്കെതിരായിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് കേരളത്തിൽ ഒരു അഡ്രസ്സും ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു നിങ്ങൾക്ക്: എങ്ങനെയെങ്കിലും കാന്തപുരത്തെ മൂലക്കിരുത്തണം. കാന്തപുരം വളർന്നു വാനോളം. പരിശുദ്ധ റസൂലിന്റെ ഷഅറ് മുബാറക്ക് പോലും നാടുനീളെ സ്റ്റേജ് കെട്ടി എതിർത്തവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടായിരുന്നില്ല, അത് സത്യമാണെന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ടുമല്ല. അതിന്റെ മതവിധികളെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരേണ്ടതുമില്ല. എന്നിട്ടും നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി. കാന്തപുരത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശുദ്ധ റസൂലിനെപ്പോലും അവിടുത്തെ പരിശുദ്ധ ആസാറുകൾ പോലും തള്ളിയവരാണ് നിങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് മഹാനരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്ത രൂപീകരിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ നിങ്ങളുടെ പാവപ്പെട്ട അണികളോട് ഇനിയെങ്കിലും വിളിച്ചു പറയണം. അവർക്കത് അറിയില്ല. പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ. 1989 താജുൽ ഉലമയും കാന്തപുരം ഉസ്താദും സമസ്ത പുനർസംഘടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങു പറഞ്ഞ 4 ദിവസം കൊണ്ട് ചില രാഷ്ട്രീയക്കാരും വഹാബികളും കൂടി സുന്നികൾക്ക് ഒരു അഡ്രസ്സും ഇല്ലാതെയാക്കിയാനെ. ഞാൻ സുന്നിയാണെന്ന് സധൈര്യം അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കരുത്തും ഊർജവും തന്ന് വളർത്തി പാകപ്പെടുത്തി മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, കള്ളത്വരീക്കത്തുകൾ തുടങ്ങി സകല പുത്തൻവാദികളെയും സകല മുക്കൂട്ട് മുന്നണികളെയും ഇരുത്തേണ്ടടത്ത് ഇരുത്തിയത് കാന്തപുരം ഉസ്താദ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാന്തപുരം അവരുടെ കണ്ണിലെ കരടായി മാറിയതും. കാന്തപുരം ഉസ്താദിന്റെ ഓരോ പ്രവർത്തനങ്ങളും ശരിയായിരുന്നുവെന്ന് കാലം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്കിന്നും സ്നേഹസുമം